അറ്റകുറ്റപ്രവൃത്തികൾക്കായി പാപ്പിനിശ്ശേരി താപം മേൽപ്പാലങ്ങളിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചതോടെ വാഹനം വഴിതിരിച്ചുവിട്ട റൂട്ടുകളിൽ അനുഭവപ്പെട്ടത് വലിയ ഗതാഗതക്കുരുക്ക്. ദീർഘദൂര യാത്രക്കാർ ഉൾപ്പെടെ ബുധനാഴ്ച രാത്രി മണിക്കൂറുകൾ ആണ് കുരുക്കിൽപ്പെട്ടത്. താപം വേട്ടക്കുരുമകൻ ക്ഷേത്രം റോഡിന്റെ വീതി കുറവും ജനങ്ങളുടെ ദുരിതം ഇരട്ടിയാക്കി. ദേശീയപാത പ്രവൃത്തി നടക്കുന്നതിനാൽ പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിനെയാണ് ദീർഘദൂര വാഹനങ്ങൾ ഉൾപ്പെടെ പ്രധാനമായും ആശ്രയിക്കാറുള്ളത്. KSTP റോഡിലെ പ്രധാനപ്പെട്ട 2 മേൽപ്പാലങ്ങളാണ് പാപ്പിനിശ്ശേരിയും പഴയങ്ങാടി താവം മേൽപ്പാലവും. ഇരുപാലങ്ങളിലും അറ്റകുറ്റപ്രവൃത്തിക്കായി ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കണ്ണൂർ പഴയങ്ങാടി റൂട്ടിലെ ബസ്സുകൾ പാപ്പിനിശ്ശേരി പഴഞ്ചിറ വഴി ഇരിണാവ് റോഡിൽ കയറി താവം മേൽപ്പാലം വരെയും, പഴയങ്ങാടി മാട്ടൂൽ എട്ടിക്കുളം പയ്യന്നൂർ തളിപ്പറമ്പ് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ പഴയങ്ങാടി ഷട്ടിൽ സർവീസ് നടത്താനുമാണ് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ട റൂട്ടിൽ വലിയ ഗതാഗതക്കുരുക്കാണ് ഉണ്ടായത്. ബുധനാഴ്ച രാത്രി ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസ് ഇല്ലാതിരുന്നതും ജനങ്ങളെ ദുരിതത്തിലാക്കി. മണിക്കൂറുകളോളമാണ് വാഹനങ്ങൾ ക്യൂവിൽ നിന്നത്. കണ്ണൂർ പഴയങ്ങാടി പയ്യന്നൂർ റൂട്ടിലൂടെ പോകുന്ന ചെറുവാഹനങ്ങൾ താവം വേട്ടക്കുരുമകൻ ക്ഷേത്രം റോഡ് വഴിയാണ് പാലത്തിന് മറുകരയ്ക്ക് എത്തുന്നത്. ഈ റോഡിലെ വീതി കുറവും ജനങ്ങളെ ഏറെ വലച്ചു. ഇരുഭാഗത്തു നിന്നും വാഹനങ്ങൾ വന്നതോടെ വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത്. റോഡ് വീതി കൂട്ടി മെക്കാഡം ടാറിംഗ് ചെയ്യണമെന്നത് നേരത്തെ തന്നെ ജനങ്ങൾ ആവശ്യപ്പെട്ടതാണ്. റോഡ് ചെളിക്കുളമായിട്ടുമുണ്ട്. പലപ്പോഴും നമ്മളെ മേൽപ്പാലം അതുപോലെ തന്നെ ഇതുപോലെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഈ താവം ഉൾഭാഗത്ത് വരുന്ന ഈ റോഡാണ് ആശ്രയിക്കാറുള്ളത്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഗതാഗത കുരുക്കാണുള്ളത് നമ്മളെ മേൽപ്പാലത്തിന് പണി നടക്കുന്ന സമയത്ത്. കഴിഞ്ഞ തവണയും ഇതേമാതിരി നമ്മളെ നാട്ടുകാരും എല്ലാവരും സഹായിച്ചത് കൊണ്ടാണ് ഈ ഗതാഗത കുരുക്കന്നെ ഒഴിവാക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ റോഡിൻ്റെ കുറച്ചുകൂടി വികസനം ഉണ്ടായാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്കൊരു പരിഹാരം ഉണ്ടാവും. അതുപോലെ നമുക്ക് റോഡ് ബൈപ്പാസ് നമുക്ക് ഉപയോഗിക്കാനും പറ്റും ഈ റോഡ്. അതുകൊണ്ട് വിരളി ഏറ്റെടുത്തിട്ട് ഈ റോഡിൻ്റെ വികസനത്തിന് ഭാഗമായിട്ട് ഒന്ന് മുൻകൈ എടുക്കണമെന്നാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത്. ഇരുപാലങ്ങളിലും അറ്റകുറ്റപ്രവൃത്തി നടത്തി ഗതാഗതയോഗ്യമാക്കണമെന്നത് ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു. മൈക്രോ കോൺക്രീറ്റിംഗ് പ്രവൃത്തിയാണ് നിലവിൽ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.